ഇതുകൊണ്ട് ബസ് റൂട്ടാണ് ഈ കാണുന്നത്. എന്താ ഈ ബസ് റൂട്ടിൽ നിന്ന് നേരെ ഈ കാണുന്ന വഴി കൂടി ഒരു 100-120 മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഈ കാണാണ്ട അടിപൊളി വീടുകളാണ് ഈ പരിസരത്തെല്ലാം ഉള്ളത്. കണ്ട സൈഡിലൊക്കെ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയായിട്ടാണ് നമ്മളുടെ ഈ കാണുന്ന അടിപൊളി ഒരു വീട്, അതും നല്ല വൻ വിലക്കുറവില്. കാരണം ഇത്രയും സെറ്റപ്പുള്ള ഒരു വീട് ഈ വില കിട്ടും. കാരണം ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ്. അപ്പൊ എല്ലാവരും വീടിന് ഒരു ലൈക്ക് അടിച്ച് തരും, വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് റിക്വസ്റ്റ് ആണ്. കാരണം അത്രയും നല്ല സെറ്റപ്പ് ഉള്ള ഒരു വീടാണ്. കാരണം ഇപ്പൊ ഇതാണ് ഫുൾ ഫർണിഷ്ഡ് വീടാണ്. ഫുൾ ഫർണിഷ്ഡ് കാട്ടിലടക്കം എല്ലാം ഉണ്ട്. തേങ്ങ വരെ ഉണ്ടായി. ഇത് സ്വന്തം ആവശ്യത്തിന് പണിതാണ്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എല്ലാ ഫെസിലിറ്റിയും ഉള്ളത്. കിണർ എല്ലാരും ഉണ്ട്. എല്ലാ തീ എത്തിക്കാൻ സകല ഫെസിലിറ്റി ഉള്ള പുതുപുത്തൻ വീടാണ്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ചുറ്റുമുണ്ട് സപ്പോർട്ടൊക്കെ ഉണ്ടായി കിടക്കണണ്ട. എല്ലാരും ഇഷ്ടംപോലെ അപ്പുറം കാഴ്ച കിടപ്പുണ്ട്. അല്ല സൈഡിലൊക്കെ കിടക്കണണ്ട. അതേപോലെ ഇതൊക്കെ എളുപ്പം കഴിക്കണ തെങ്ങുകളാണ് വെച്ച് പിടിപ്പിച്ചേക്കണം. അതിന്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ കണ്ട അടിപൊളി സെറ്റപ്പിലൊരു വീട്, ഒന്നും പറയാനില്ല. അത് തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് കാരണം കുറച്ച് ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്ന വെച്ചത്. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 കാർ പോർച്ച് ഉണ്ട്. 2-3 ആഴ്ചയായിട്ട് റെസ്റ്റ് തന്നെ ഇരുന്നു. ഇവിടെ പുല്ല് കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ വളർന്നല്ല സെറ്റാവും. കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കേ പിന്നെ അതല്ല വറ്റാത്തൊരു കിണർ കണ്ടോ. എല്ലാ കാര്യങ്ങളും കണ്ടോണ്ട് ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യം. കാരണം ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോണതൊരു വീടാണ്. എന്താ ഇവര് ഈ ജോലി സംബന്ധമായിട്ട് സ്ഥലം മാറി പോണേ. അപ്പൊ ഇവിടെ പോക്കുവരവ് ഇതാവൂലേ. അപ്പൊ അത് കാരണം മാത്രം കൊടുക്കേണ്ടത്. കാരണം എന്താ ഇത് ഈ ചുറ്റുപാടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ നിങ്ങൾ. അത്രയും നല്ല ലൊക്കേഷൻ. പക്ഷെ ഇതിനാണെങ്കിൽ വലിയ വിലയും ചോദിക്കണില്ല. അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇത് റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കണം. ഇനി നമുക്ക് വീടിന്റെ അകത്തൊക്കെ അയച്ചതൊക്കെ അതുകൊണ്ട് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാട്ടോ. ഇവിടെയൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലായിടത്തും പച്ചപ്പാണ്. ഏപ്പെട്ടെന്ന് നോക്കിയാലും നല്ല പോസിറ്റീവ് എനർജിയാണ്. എന്താ ഒരു സെറ്റപ്പ് നോക്കി കണ്ട. വീടിന്റെ ഫ്രണ്ടൊക്കെ കണ്ട സ്ട്രെച്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല, അതായത് നമ്മളൊരു എന്താ പറയുക സ്വപ്നഭവനം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഈ വീടിന്റെ അകത്തൊക്കെ എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയല് കണ്ട. കട്ടിലയും കാര്യങ്ങളിലൊക്കെ വീതിയും കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കൊള്ളണം. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത്. കണ്ട അവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഞാൻ ഒരേ ഐറ്റംസ് ആയിട്ട് കാണിച്ചു തരാം. അതും ഇവിടെ ഉപയോഗിച്ചേക്കണ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം ബ്രാൻഡഡ് ആണ്, ഒന്നും ബ്രാൻഡഡ് അല്ല. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ തന്നെ. എല്ലാം സെപ്പറേറ്റ് ആണ്. എല്ലാത്തിനും നല്ല പ്രൈവസിയും കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 4 ബെഡ്റൂമാണുള്ളത്. ഇതുണ്ടോ. ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. അതൊക്കെ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഒന്നും പറയാനില്ല. ഇവിടെ കബോർഡ് കാര്യങ്ങൾ ചെറിയ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ സീലിംഗ് വർക്ക്, LED ലൈറ്റ്, അങ്ങനെ ഇന്ന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങളുടെ കിച്ചൺ ഉണ്ട്. കിച്ചന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ. ഇതാണല്ലോ നിങ്ങൾക്ക് കിച്ചൺ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീട്. ഒറ്റ നില വീടാണ്. 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒറ്റ നില വീടാണിത്. നിങ്ങൾക്ക് പിന്നെ മുകളിലോട്ട് പണിയണമെങ്കിൽ പണിയാം. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണ്. ഇപ്പൊ തന്നെ 2200 സ്ക്വയർ ഫീറ്റ് കളിക്കേണ്ട ഒറ്റ നില മാത്രം. സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട്. അതൊക്കെ ഒരു എന്താ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം.
നമുക്ക് ഒരേ ബെഡ്റൂമായിട്ട് കാണാം. 4 ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത്. ഒരറ്റത്തു തുടങ്ങി കാണാം. അവിടെ കട്ടില് വരെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആ ലാസ്റ്റിന് തുടങ്ങി കാണാം. കാരണം ഇതിന്റെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇതിൽ കൂടി കണ്ട് അതിൽ കൂടി ഇറങ്ങി പുറത്തേക്ക് കൂടി വരാം. അപ്പൊ എല്ലാ കാര്യങ്ങളും കണ്ട് അങ്ങോട്ട് പോവാ. എല്ലാ റൂമിലും കട്ടില്, കബോർഡ് കാര്യങ്ങൾ എല്ലാം പുതിയത് മേടിച്ചിട്ട് തന്നെയുണ്ട്. ഇത് 15 സെന്റ് സ്ഥലവും ഏകദേശം 2200 സ്ക്വയർ ഫീറ്റ് വീഴാൻ വന്നത്. അപ്പൊ ഇതിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. കാരണം അത് സംസാരിച്ച് തന്നെ അതിന്റെ താഴത്തോട്ട് പോരും. ഇതിപ്പോ ആസ്കിംഗ് പ്രൈസ് ആണ് ഈ പറയണത്. 2 കബോർഡ് റൂമില്, 4 ബെഡ്റൂമുകൾ 4 അറ്റാച്ച്ഡാണ്. ഇതുണ്ട, ഇത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്ട. എല്ലാരും വന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാരും ബ്രാൻഡഡ് മെറ്റീരിയൽ. അതേകൂട്ട് ഞാൻ പറഞ്ഞു, സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതേക്കണം. കാരണം അത്രയും ഫെസിലിറ്റിയിലാണ് പണിത് വെച്ചേക്കണം. 15 സെന്റ് സ്ഥലമുണ്ട്, 2200 സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട്. കാരണം ബാക്കില് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് രണ്ടാമത് എടുത്തത്. കാരണം ആദ്യം ഗ്യാസ് അടപ്പും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ അളവൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ രണ്ടാമത് എടുത്തേക്കണത്. അപ്പൊ നേരത്തെ തന്നെ പ്ലാനിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാണ്ടിട്ടേക്കണായിരുന്നു. അപ്പൊ അതിപ്പോ ചെയ്ത് കംപ്ലീറ്റ് എല്ലാത്തിലും ഫർണിച്ചർ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ ഞാൻ പറഞ്ഞില്ല 4 ബെഡ്റൂമാണ് ഉള്ളത്. ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന കോട്ടയം കടത്തുരുത്തിയണ്ട. 90 ലക്ഷം രൂപയാണ് ചോദിക്കണമെങ്കിൽ സംസാരിച്ച് ഞാനെങ്കിൽ ഇത് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അത് ഓണറോട്ട് നേരിട്ട് സംസാരിക്കുക. അതിന്റെ ബാത്റൂം കാര്യങ്ങളൊക്കെ കണ്ട എല്ലാരും ബ്രാൻഡാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വർക്കും. അങ്ങനെയുണ്ടോ നോക്കി. പക്കയായിട്ട് ഫിനിഷ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീട്. നമ്മൾ കുറച്ച് നാൾ ഇപ്പൊ 1 മാസത്തോളമായിട്ട് വീഡിയോ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് ഇടാൻ പറ്റാഞ്ഞത്. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇവിടെ നിങ്ങളെ ഈ ഒരു കൂടും കാര്യങ്ങളൊക്കെ കാരണം ഇവര് ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ അവർക്ക് അതങ്ങനെ ഒരു രീതിയിൽ പണിതാണത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. കാരണം ഇതിന്റെ താമസിച്ചിട്ടുള്ളൊന്നും ചെയ്തിട്ടില്ല. വാസ്തുവും കാര്യങ്ങളൊക്കെ ഒക്കെ പക്കയായിട്ട് പണിതിട്ടാണ്. ഈ റൂമിന്റെ 3ാമത്തെ റൂമിന്റെ കബോർഡ് കാര്യങ്ങള് എല്ലാരും സെറ്റപ്പാണ്. ഇത് ഇപ്പുറ സൈഡിലുണ്ട് കബോർഡ് കാര്യങ്ങള്. നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ബാത്റൂം 4 ബെഡ്റൂമുകൾ ഞാൻ പറഞ്ഞില്ലേ, 4 അറ്റാച്ച്ഡാണ്. ഇത്രയും ഫെസിലിറ്റിയിൽ ഇത്രയും നല്ലൊരു വീട് ഈ അടുത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഫുൾ ഫർണിഷ്ഡ് ആണ്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വീട് തന്നെ പറയാം. എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയല്. ഇത് 4ാമത്തെ ബെഡ്റൂം. ഇതാണ് നിങ്ങളുടെ 4ാമത്തെ ബെഡ്റൂം. ഉണ്ട് എല്ലാത്തിലും കട്ടില് കാര്യങ്ങള് കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും പുതിയത് സെറ്റ് ചെയ്തേക്കാണ്. കാരണം അവർക്ക് താമസിക്കാനുള്ള സെറ്റപ്പിലാണ് എല്ലാം ചെയ്തത്. അപ്പൊ അത്രയും സെറ്റപ്പിലാണ് ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടേക്കുന്നത്. എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം. അത് കടത്തിരുത്തി പിറവം റൂട്ടിലാണ് ഈ വീട് വരുന്നത്, 600 അപ്പൊ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓണറുടെ നമ്പർ ഞാൻ ഡയറക്റ്റ് തരാം. അപ്പൊ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം, നേരിട്ട് പോയി കാണാം. കണ്ടോ നല്ലൊരു സെറ്റപ്പ്. കാരണം ഒറ്റ നില വീടാണ്. ഇനി മുകളിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്തിടാം. അതിന് എന്ത് കാര്യങ്ങളും ചെയ്യാം. കാരണം ഈ 15 സെന്റ് സ്ഥലത്ത് ഇപ്പൊ തന്നെ ഏകദേശം കുറെ സ്ഥലമൊക്കെ ഫില്ലാണ്. ഒറ്റ നില വീടാണ്. കാരണം ഈ പ്രായമുള്ളവർക്കൊക്കെ മുകളിൽ കയറാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലേ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇതാണ്ട് നിങ്ങളെ തീ കത്തിക്കുന്ന അടപ്പ് വരുന്നത്. കണ്ടോ തീ കത്തിക്കുന്ന അടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ഏരിയ ആയിട്ടാണ് കൊടുത്തേക്കണം. ഈ ഇവിടെ നിന്ന് പുറത്തുണ്ടെങ്കിൽ കണ്ട ഇവിടെ സൈഡൊക്കെ കെട്ടി കംപ്ലീറ്റ് ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കണം. അതാ ഇനി ഇത് അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസ് കണ്ട് അതേണ്ട് ഇവിടെ അത്യാവശ്യം പലതും നട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് പട്ടിനെ വളർത്തണമെങ്കിൽ ഇത് പട്ടിക്കൂടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ. പട്ടിനെ ഇഷ്ടമില്ലാത്തവർ പട്ടിനെ വളർത്തണ്ട. തെങ്ങുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇതാവണേക്ക് മുമ്പ് തന്നെ കായ്ക്കുന്ന ടൈപ്പാണ്. കണ്ട അത്
അതിന്റെ ഇപ്പുറം തന്നെ അവിടെ കൃഷി ചെയ്യാനുള്ള അത്യാവശ്യം സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ ഡ്രസ് വർക്ക് ചെയ്തിട്ടേക്കാണ്. ഇവിടെ ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത് ഒരു സ്പേസ്. അത് ഭിത്തി പോയിന്റ് ഇട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് അതെല്ലാം ചെയ്തു തരും. ഇവിടെ അലക്കണ കല്ല്, അതിനുള്ള പൈപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തെങ്ങും തൈയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വലുതാണേക്കുമ്പോ തന്നെ കായ്ക്കണ അത്രയും നല്ല സെറ്റപ്പിലുള്ള ഒരു അടിപൊളി വീട്. അത് നീറ്റ് ആൻഡ് ക്ലീൻ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചത്. അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീട് ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ കേരളത്തിലെവിടെ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനിലാണ്ട് വീട് വാങ്ങാൻ വിൽക്കാൻ നമ്മൾ ബന്ധപ്പെടാം. വീട് വാങ്ങാനും വിൽക്കാനും ഉണ്ടാ. ഇതിന്റെ നേരെ കാണുന്ന വ്യൂ ഉണ്ട, പക്കാ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ ഏരിയ. അപ്പൊ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനിലെ വീട് വാങ്ങാനും വിൽക്കാനും നമ്മൾ സമീപിക്കാവുന്നതാണ്.